നീ കൂടുതൽ ഡയലോഗൊന്നും പറയണ്ട. ഒരെണ്ണം വെച്ച് തന്നുണ്ടല്ലോ. പോകത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോകത്തില്ല. നിനക്ക് എത്ര കിട്ടുന്നത്? 20,000 ഉലുവ. ആ ചേട്ടൻ എണീറ്റോ? ഞാൻ ചായ എടുത്തോണ്ട് വരാം. ചേട്ടാ ചായ. ചേട്ടാ ചായ കുടിച്ചിട്ടൊന്ന് അടുക്കളയിലേക്ക് വരുമോ? എന്തിനാടി? ഉണങ്ങിക്കിടക്കുന്ന തുണിയൊന്ന് മടക്കി വെക്കാനായിരുന്നു. തുണി മടക്കാനോ? കുറെ തുണി വിരിക്കാനുണ്ട്. ഇതൊന്ന് മടക്കി വെച്ചാലേ അതൊന്ന് വിരിക്കാനൊക്കത്തുള്ളൂ. കുറച്ച് തുണിയൊന്ന് മടക്കി തരാവോ? നിനക്ക് എന്തുവാടി? നിനക്കെന്താ അതിന് മാത്രം പണി ഇരിക്കുന്നത്? അതങ്ങ് മടക്കി വെച്ചാ പോരെയോ? ഞാൻ ഈ പത്രം ഒന്ന് വായിക്കട്ടെ. ചേട്ടാ മഴ പെയ്യുന്നുണ്ടെങ്കിലും സൈഡിൽ നിൽക്കുന്ന ചെടിക്കൊന്നും വെള്ളം കിട്ടുന്നില്ല. അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കുവോ? നീ എന്തിനിങ്ങനെ ഓരോരോ പണികൾ വന്ന് എന്നോട് പറയുന്നത്? നിസ്സാര പണികളൊക്കെ അല്ലേ? നിനക്കൊക്കെ ചെയ്താൽ പോരെ? എനിക്കിപ്പോൾ സമയമായി. ഞാൻ റെഡി ആവട്ടെ. എടീന്റെ പാല് ഷർട്ടൊന്നും തേച്ചിട്ടില്ലയോടി? ആ തേച്ചിട്ടേക്കോ. അലമാരി ഹാങ്കറിൽ തൂക്കിയിട്ടിട്ടുണ്ട്. നിനക്കിത് കാണുന്ന തിട്ടുകൂടെ? ഒരു കാര്യം മര്യാദക്ക് ചെയ്യത്തില്ല. എല്ലാം ഞാൻ അവിടെ തന്നെ ഇട്ടിട്ടില്ലേ? ഒന്ന് നന്നായിട്ട് നോക്കിക്കൂടെ? എടി കാണുന്ന പോലെ ഇടണം. മനുഷ്യനെ മെനക്കെടുത്താനെ കൊണ്ട്. നിനക്കിവിടെ എന്താ ഇത്ര പണി? എനിക്കിവിടെ ഒരു പണിയില്ല ചേട്ടാ. ഞാനിവിടെ വെറുതെ ഇരുന്ന് തിന്നുക. ആ അതാ വെറുതെ ഇരുന്ന് തിന്ന് എല്ലിന്റെ ഇടയിൽ കയറുന്നതിന്റെ കുഴപ്പമോ? ബാ കാപ്പി എടുത്ത് വെച്ചേക്കുന്നു, വന്ന് കഴിക്ക്. എന്ത് വഴി നിനക്കിവിടെ പണി? കുറച്ച് ചൂടുള്ള എടുത്തിനകത്ത് വെക്കരുതോ? മറന്നുപോയി ചേട്ടാ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഓരോന്നിങ്ങനെ മറന്നോ? നിനക്കൂടെ മലമറിക്കുന്ന പണിയല്ലേ എന്ന് വെച്ചാ ഉള്ളത്? എന്തുവാ ചേട്ടാ ഇത്? രാവിലെ തിരക്കായി പോയതുകൊണ്ടല്ലേ? എന്ത് തിരക്കാടി? രാവിലെ 2 ദോശയും ചോറും ഉണ്ടാക്കുന്നതാണോ നിനക്ക് ഇത്ര വലിയ തിരക്ക്? വിട്ടുകള ചേട്ടാ, പറ്റിപ്പോയതല്ലേ. പിന്നെ എനിക്കൊരു 2000 രൂപ വേണമായിരുന്നു. 2000 രൂപയോ? എന്തിനാ 2000 രൂപ? എനിക്കൊരു സാരി വാങ്ങാനാ. ഞായറാഴ്ച എന്റെ കൂട്ടുകാരുടെ മോടെ കല്യാണമാ. ഇപ്പൊ സാരി ഒന്നും വാങ്ങിക്കണ്ട, ഉള്ളതൊക്കെ കൊടുത്താൽ മതി. നല്ല സാരി ഒന്നുമില്ല ചേട്ടാ. ഒത്തിരി നാളായി എനിക്ക് സാരിയൊക്കെ എടുത്തിട്ട്. ആര് പറഞ്ഞു നല്ല സാരി ഇരുന്ന്? പിന്നെ നീ അലമാരിക്കകത്ത് വെച്ചിരിക്കുന്നത് അപ്പം ഉണ്ടാക്കി അടുക്കി വെച്ചേക്കുവാന്നു? അതൊക്കെ ഒത്തിരി പഴയതാ. എടി കഴിഞ്ഞ ഓണത്തിന് നിനക്ക് ഞാൻ സാരി എടുത്തു തന്നത്? എന്റെ ചേട്ടാ ഓണം കഴിഞ്ഞിട്ട് 9 മാസമായില്ലേ? അതെല്ലാം എടുത്ത് മുഷിഞ്ഞു. എനിക്കൊരു സാരി വേണം. ഉള്ളതൊക്കെ ഞാൻ കൊടുത്തോണ്ട് പോയാൽ മതി. ഇപ്പൊ ഉടനെ സാരി ഒന്നും വാങ്ങിക്കുന്നില്ല. എടി ചായ എന്തിയടി? ചേട്ടാ ചായ ഇട്ട് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, ഒന്നെടുത്ത് കുടിച്ചേ. എടുത്തു കുടിക്കാനോ? നിനക്കെന്താ രാവിലെ പണി? അങ്ങനെയല്ലല്ലോ പതിവ്. ഇനിയിപ്പൊ കുറെ പതിവുകളൊക്കെ തെറ്റും. നീ എങ്ങോട്ടാ രാവിലെ അണിഞ്ഞൊരുങ്ങി? ഞാൻ ഇന്ന് മുതൽ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. ജോലിക്ക് പോകാനോ? എവിടെ? എന്റെ കൂട്ടുകാരി അവള് ജോലി ചെയ്യുന്നിടത്ത് ഒരു ജോലി എനിക്ക് ശരിയാക്കി തന്നു. ഞാൻ ഇന്ന് മുതൽ അങ്ങോട്ട് പോവാണ്. അതൊന്നും ശരിയാകത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ നടക്കും. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ, വെറുതെ ഇരിക്കുവല്ലേ. വെറുതെ ഇരുന്ന് മടുത്തു. എവിടെയെങ്കിലും ജോലിക്ക് കയറിയാൽ ശമ്പളമെങ്കിലും കിട്ടുമല്ലോ. എടി ഇവിടുത്തെ കാര്യം എങ്ങനെ നടക്കും? 2 ദോശയും ചോറും ഉണ്ടാക്കാൻ ഞാൻ എന്തിനാ മെനക്കെടുന്നത്? ഒരു ജോലിക്കാരിയെ വെച്ചാ പോരെ? ഓ എനിക്കിട്ട് പണി തരുമായിരിക്കും. എടി ജോലിക്കാരിയൊക്കെ കിട്ടാൻ പാടാ. അതൊക്കെ കിട്ടുമെന്നേ. ചേട്ടനൊന്ന് ശ്രമിച്ചാൽ മതി. എനിക്കിപ്പോ സമയം ഒരുപാടായി. ഞാൻ ഇറങ്ങുക. ചേട്ടനോട് പെട്ടെന്ന് റെഡിയായി നമുക്ക് ഒരുമിച്ച് പോവാം. എടി അങ്ങനെ ഇന്നത്തെ ഫുഡിന്റെ കാര്യം എങ്ങനെയാ? ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ചേടാ ഇതൊരുമാതിരി ഇടപാടായി പോയല്ലോ. ആഹാ ചേട്ടൻ വന്നോ? ജോലിക്കാരുടെ കാര്യം എന്തായി? നാളെ മുതൽ വരുമോ? നീ ഇതിന്റെ കാര്യമല്ല നോക്കുക. ഇവിടെ ജോലിക്കാരിയൊന്നും വേണ്ട. നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി. നടക്കത്തില്ലെന്നല്ലേ പറഞ്ഞത്? എനിക്ക് നിങ്ങളുടെ കൂട്ട് ജോലിക്ക് പോയേ പറ്റൂ. ഒരെണ്ണം വെച്ച് തന്നുണ്ടല്ലോ. എടി ജോലിക്കാരി എത്ര രൂപ കൊടുക്കണം നിനക്കറിയാവോ? എനിക്ക് എങ്ങനെ അറിയാവുന്നത്? നിനക്ക് എത്ര കിട്ടുന്നത്? 20,000 ഉലുവ. അവർക്ക് എത്ര കൊടുക്കണമെന്ന് അറിയാവോ? 25,000 കൊടുക്കണം. അവര് ഫുഡ് മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ 15,000 വേറെ കൊടുക്കണം.
ക്ലീൻ ചെയ്യുന്നവർക്ക്. എന്ന് വെച്ചാൽ ജോലിക്കാരെ വെക്കണമെങ്കിൽ 10-45,000 രൂപ കൊടുക്കണം അല്ലേ? ആ അതെ. അപ്പൊ ഞാൻ ഏതാണ്ട് 50,000 രൂപയ്ക്ക് മേൽ ജോലി ചെയ്യുന്നുണ്ടല്ലേ? എന്നിട്ടാണോ ഞാൻ ഒരു 2,000 രൂപ ചോദിച്ചപ്പോ നിങ്ങൾക്ക് തരാൻ വയ്യാത്തത്? നിനക്കിപ്പോ എന്താ, ഒരു സാരി വേണം അത്രയല്ലേ ഉള്ളൂ. നീ ഇപ്പൊ ജോലിക്കൊന്നും പോകണ്ട, സാരി ഞാൻ വാങ്ങിച്ചു തന്നോളാം. സാരി വാങ്ങിച്ചു തന്നോ? അതൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ജോലിക്ക് പോകും. ദേ ചുമ്മാ കളിക്കല്ലേ, നിനക്കെന്താ ജോലിക്ക് പോകണം അത്ര പൂതി? അതോ വെറുതെ ഇരുന്ന് തിന്ന് എല്ലിനിടയിൽ കയറിയപ്പോ തോന്നിയതാ. ദേ നീ കൂടുതൽ ഡയലോഗൊന്നും പറയണ്ട. പോകത്തില്ലെന്ന് പറഞ്ഞാ പിന്നെ പോകത്തില്ല. ചേട്ടൻ എന്താ വിചാരിച്ചത്? ഒരു പെണ്ണിന് ഒരു വീട്ടിൽ ഒരു പണി ഇല്ലെന്നാണോ? രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന പണി രാത്രി 10 മണി വരെയാ. അതൊക്കെ ഞാൻ എണ്ണി പറയണോ? എന്നെ ഒരു ജോലിക്കാരിയായിട്ട് ഇവിടെ നിർത്തി ജോലി ഏൽപ്പിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എനിക്ക് തരാൻ തികയത്തില്ല. ഇത്രയും പഠിത്തം ഉണ്ടായിട്ട് ഞാൻ ജോലിക്കൊന്നും പോകാതെ ഇവിടെ നിൽക്കുന്നതേ നിങ്ങളെയും കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാ. ഓ, അവിടെ ഒരു ത്യാഗം. ത്യാഗമൊന്നുമല്ല, എന്റെ ഇനി ഒരു ആവശ്യത്തിന് നിങ്ങളുടെ മുന്നിൽ കൈനീട്ടാൻ ഞാനില്ല. എന്റെ അടി വിട്ടുകളാ, വന്നത് വന്നു. നീ ജോലിക്കൊന്നും പോകണ്ട, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇവിടെ ഇരുന്നച്ചാ മതി. നിനക്ക് എന്താ വേണേലും ഞാൻ വാങ്ങിച്ചു തരാം. എന്റെ ചേട്ടാ, ഞാനിപ്പോ ജോലിക്ക് പോയെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇവിടെ നടക്കും. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അത് എങ്ങനെ നടക്കാനാ? രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് ചേട്ടൻ അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. 8 മണിയാകുമ്പോഴത്തേന് ജോലിയൊക്കെ ഒതുക്കി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടതിന് ശേഷം നമുക്ക് ഒന്നിച്ച് ജോലിക്ക് പോവാം. വൈകിട്ട് ഇതുപോലെ ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കുകയാണെങ്കിൽ 10 മണിക്ക് മുമ്പായിട്ട് നമുക്ക് കിടക്കാം. അന്നേരം എനിക്ക് കിട്ടുന്ന ശമ്പളമേ അധികം തുകയായിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും. എന്നാലും ആണുങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യാന്നൊക്കെ പറയുമ്പോ എന്താ കയ്യിലെ വള ഇരിക്കുന്നു? ആർക്കും എന്ത് ജോലിയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ അമ്മമാർ ആമ്പിളാരെയും കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നതിന്റെ കുഴപ്പമാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം ഒരു ശീലമാകും. എന്താ ഓക്കെ അല്ലേ? ശ്രമിക്കാം. പലരും തന്റെ ഭാര്യയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്കെന്താ ഇവിടെ പണിയെന്ന്. ഒന്ന് ചിന്തിക്കൂ. സമയവും കാലവും ശമ്പളവും ഇല്ലാതെ ചെയ്യുന്ന ജോലിയാണ് സ്ത്രീകളുടേത്. വീട്ടുജോലികൾ അവരുടേത് മാത്രമാണെന്ന ചിന്താഗതി പാടില്ല. പ്രത്യേകിച്ച് ജോലിയുള്ള സ്ത്രീകളെ വീട്ടിൽ സഹായിക്കാതിരിക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് വീട്ടുജോലികൾ ചെയ്യുമ്പോൾ അവരുടെ പ്രയാസങ്ങളും സന്തോഷങ്ങളും മാനസിക സംഘർഷങ്ങളും അന്യോന്യം പങ്കുവയ്ക്കാൻ കഴിയും. പരസ്പരം മനസ്സിലാക്കി മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള ഒരവസരവും പാഴാക്കാതിരിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, അത് മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ.